സെനഗലിനോട് 2002 കണക്ക് തീർക്കാൻ ഒരുങ്ങിയായിരിക്കും ദിദിയർ ദശാംസിന്റെ ഫ്രഞ്ച് പട ആദ്യ മത്സരത്തിന് ഇറങ്ങുക. ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 12:30 ന്യൂ ജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലാണ് മത്സരം. തുടർച്ചയായി 3ാം ലോകകപ്പ് ഫൈനൽ ലക്ഷ്യമിട്ടെത്തുന്ന ഫ്രാൻസ് ഇത്തവണ കിരീട നേട്ടത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഗോൾ മെഷീൻ കിലിയൻ എംബാപ്പെ നയിക്കുന്ന ആക്രമണ നിരയെ പിടിച്ചുകെട്ടാൻ സെനഗൽ വിയർപ്പൊഴുക്കേണ്ടി വരും. പ്രതിരോധത്തിൽ വീഴ്ച വരുത്താതെ ആക്രമണത്തിന് മൂർച്ച കൂട്ടിയാണ് ദശാംസ് 3ാം തവണയും തന്റെ ടീമിനെ ലോകകപ്പിന് ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ഫ്രാൻസിനെ വിറപ്പിക്കാനുള്ള അസ്ത്രങ്ങൾ ആവനാഴിയിൽ സൂക്ഷിച്ചാണ് സെനഗൽ കോച്ച് പാപ്പെ തിയാവിന്റെ വരവ്. ക്യാപ്റ്റൻ സാദിയോ മാനെ തന്നെയാണ് ടീമിന്റെ കരുത്ത്. മധ്യനിരയിൽ വിശ്വസ്തനായി കാലിഡവും ഗോൾവല കാക്കാൻ എഡ്വാർഡ് മെൻഡിയുമുണ്ട്. 2002 ലോകകപ്പിലെ ഉദ്ഘാടന മത്സരത്തിൽ ആദ്യമായി ലോകകപ്പിനെത്തിയ സെനഗൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഫ്രാൻസിനെ അട്ടിമറിച്ചത്. അന്ന് ടീമംഗമായ പാപ്പെ തിയാവാണ് സെനഗലിന്റെ ഇപ്പോഴത്തെ കോച്ച്. 2002 സമാനമായി കറുത്ത കുതിരകളാവാൻ സെനഗൽ വീണ്ടും ഇറങ്ങുമ്പോൾ മറുപടി നൽകാൻ ഉറച്ചാണ് ഫ്രാൻസിന്റെ വരവ്. ബുധനാഴ്ച പുലർച്ചെ 3:30 ഗ്രൂപ്പ് ഐയിലെ ഇറാഖും നോർവേയും തമ്മിലുള്ള മത്സരം. നീണ്ട 28 വർഷത്തിനു ശേഷമാണ് നോർവേ ലോകകപ്പിനെത്തുന്നത്. കോച്ച് സ്റ്റേൽ സോൾബാക്കിന് കീഴിൽ പ്രതിരോധത്തിനൊപ്പം ആക്രമിച്ച് കളിക്കുന്ന നോർവേ കരുത്തരാണ്. ലോകത്തെ തന്നെ ഏറ്റവും ആക്രമണകാരിയായ എർലിംഗ് ഹാളൻഡ് അടങ്ങുന്ന ആക്രമണ നിരയും മധ്യനിരയിൽ നായകൻ മാർട്ടിൻ ഒഡേഗാർഡും ചേരുമ്പോൾ നോർവേ കൂടുതൽ ശക്തരാകും. 1986 മാത്രമാണ് ഇതിനു മുമ്പ് ഇറാഖ് ലോകകപ്പിൽ കളിച്ചത്. യോഗ്യതാ മത്സരത്തിലെ പ്ലേ ഓഫ് സമ്മർദ്ദമടക്കം അതിജീവിച്ചാണ് ഇത്തവണ ഇറാഖിന്റെ വരവ്. എർലിംഗ് ഹാളൻഡിനെ പിടിച്ചുകെട്ടുക എന്നതാകും ഇറാഖിന് മുന്നിലുള്ള വെല്ലുവിളി. വേൾഡ് കപ്പ് ഡെസ്ക് മീഡിയ 1.